പിന്നെ വേണത് വേറെ ഒന്നുമല്ല, നമ്മൾ അക്കൗണ്ട് റിവീൽ ചെയ്യാമെന്ന് പറഞ്ഞ വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ട് റിവീൽ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ വലിയ പ്ലേസൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട, കുറച്ചോ ഓക്കെ. വലിയ പ്ലേസ് ഇല്ല ഓക്കെ. അപ്പോൾ അത്യാവശ്യം പ്ലേസ് ഉണ്ടെങ്കിലും വലിയ പ്ലേസ് ഇല്ല ഓക്കെ. കുറച്ച് ഒരു ഡബിൾ ബൂസ്റ്ററൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ഡബിൾ ബൂസ്റ്റേഴ്സ് ഇല്ല ഓക്കെ. അത്യാവശ്യം ഒരു ഫ്രീ ടു പ്ലേ അക്കൗണ്ടാണ്. അപ്പോൾ അക്കൗണ്ട് കാണിച്ചാൽ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ. അപ്പോൾ അക്കൗണ്ട് എങ്ങനെയുണ്ട്, പ്ലേസൊക്കെ എങ്ങനെയുണ്ടെന്നൊന്നും പറയട്ടോ ഓക്കെ. അപ്പോൾ നേരെ നമുക്ക് അക്കൗണ്ട് റിവ്യൂ കേട്ടോ ഓക്കെ. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആരും ഞെട്ടരുത് ഓക്കെ. ഞാൻ ഇതൊന്ന് മാറ്റട്ടെ, ഫിൽറ്റർ ഇട്ടിട്ട് ഓവറോൾ റേറ്റിംഗ് ഇടാം ഓക്കെ. ഓവറോൾ റേറ്റിംഗ് ഓക്കെ. വി ഒന്ന് മാറ്റരുത്, സെലക്ഷൻ വി ഓക്കെ. വി ഒന്ന് മാറ്റി കാണിച്ചു തരാം. ഫസ്റ്റ് നടക്കുന്ന നെയ്മർ കേട്ടോ. എനിക്ക് 1000 സ്പിന്നിലടിച്ചാണ് നെയ്മറിനെ ഓക്കെ. എനിക്ക് ഭയങ്കര കളിപ്പിക്കുന്ന പ്ലെയറാണ് നെയ്മർ. അപ്പോൾ അതിന് എപ്പിക്ക് കിട്ടിയപ്പോൾ ഓക്കെ. അപ്പോൾ 1000 കോയിൻ കിട്ടിയത് കേട്ടോ. 1000 സ്പിന്നിൽ 1000 കോയിൻ കിട്ടിയതാണ് ഈ നെയ്മറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസാണ്. ഇനി ബിഗ് ടൈം ആണെന്നുണ്ടെങ്കിൽ, പക്ഷേ ബിഗ് ടൈം ഇറക്കാനുള്ള കോയിൻ ഇല്ലാത്ത കാരണം എപ്പിക്ക് കിട്ടി, അത് ലക്കിന് കിട്ടി ഓക്കെ. അടുത്ത ഗ്രീസ്മാൻ, അത് പാക്കിൽ ഗ്രീസ്മാനാണ് ഓക്കെ പർച്ചേസ് ചെയ്തത് ഓക്കെ. ഡേവിഡ് വില്ലനെ ഞാൻ കഷ്ടപ്പെട്ട് എടുത്തതാണ്, പക്ഷെ കളിക്കണില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ബാറ്റിസ്റ്റോ എടുക്കണമെന്ന് തീരുമാനമായിട്ടില്ല ഓക്കെ. ഈ ചൗമിനിക്കാട് വിഷയമാണ് കേട്ടോ. നോമിനേറ്റിംഗ് ഒന്നാണെങ്കിലും വിഷയമാണ്. അത്യാവശ്യം കളിക്കും, ആങ്കർമാനാണ്. പിന്നെ നമ്മൾ നെക്കാട്ട ഫ്രീ ചെയ്ത് ഓക്കെ. ആ നെയ്മറിൻ്റെ പാക്ക് ഈ മെസ്സി എന്ന് പറഞ്ഞാൽ ആ 18 വയസ്സുള്ള മെസ്സിയില്ലേ, ആ മെസ്സി കേട്ടോ. പിന്നെ നമ്മൾ നെക്കാട്ട. അപ്പോൾ ഞാൻ വീഡിയോ ആക്കി ഇട്ടായിരുന്നു. ഫസ്റ്റ് സ്പിന്നിൽ കിട്ടിയത് കേട്ടോ. ഫസ്റ്റ് സ്പിന്നിൽ കിട്ടിയത് നെക്കാട്ട ഓക്കെ. ഈ ഒടുവിന് സെക്കൻഡ് സ്പിന്നിൽ ലക്ക് എന്നല്ലാണ്ട് ഇപ്പം പറയാം. ഒടുവിന് സെക്കൻഡ് സ്പിന്ന് നെക്കാട്ടനെ, ഫസ്റ്റ് സ്പിന്നൊക്കെ വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട് ഓക്കെ. അതൊക്കെ ഒന്ന് പാക്ക് ഓപ്പണിങ് വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണാം ഓക്കെ. ഈ ഡ്രോഗ്മാൻ ഫസ്റ്റ് ഈ ഫുട്ബോൾ തുടങ്ങിയപ്പോൾ അതിനൊരു ഫ്രീ സ്പിൻ അത് കിട്ടിയതാണ് ഓക്കെ. പിന്നെ കുറച്ച് പ്ലെയർ ഓഫ് ദ വീക്ക് നമ്മുടെ ക്രൈഫ് ഉണ്ട്, നമ്മുടെ ഈ കാണ്ടൊക്കെ വിഷയം കേട്ടോ ഓക്കെ. ഈ ക്രൈഫൊക്കെ ലെജൻഡറി ഓക്കെ. ഈ ഫ്രീ കാണ്ട വിഷയങ്ങളാണ് ബോക്സ് ടു ബോക്സ്. നമ്മുടെ പെഡ്രി നോമിനേറ്റിംഗ് വന്ന പെഡ്രി ആണ് ഓക്കെ. ഈ പെഡ്രി വിഷയം പെഡ്രിയാണ് ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പെർഫോമൻസ് കിട്ടും, നല്ലൊരു CMF-നാണെങ്കിൽ പെഡ്രി വിഷയം ഉള്ളവരൊന്ന് കളിപ്പിച്ചോളൂ ഓക്കെ. നമ്മുടെ എംബാപ്പെ, അപ്പോൾ റൂബൻ ഡിയാസും എംബാപ്പയുടെ വിഷയങ്ങളാണ് കേട്ടോ. റൂബൻ ഡിയാസ് ഉണ്ട്, പിന്നെ നമ്മുടെ സാലിബ ഓക്കെ. ഈ ഡ്രോഗ്ബ എന്തിൻ്റെ വെറുതെ ഞാൻ ട്രൈ ചെയ്ത് ചെന്നാണ്, ഞങ്ങൾ ഇറക്കാറൊന്നുമില്ല ഓക്കെ. പിന്നെ കുറച്ച് പ്ലെയർ ഓഫ് ദ വീക്ക് ബെക്കാമ്, വില്ല അത് ഞാൻ കളിപ്പിക്കാറും കൂടിയില്ല ഓക്കെ. പിന്നെ ടോണിനെ കളിപ്പിക്കാറുണ്ട്, അത്യാവശ്യം നല്ലോണം കളിക്കും. പിന്നെ ഈ റോയിലോട്ട് വരുമ്പോൾ ഈ റോയിലോട്ട് മറഡോണ വിഷയമാണ്, നെയ്മർ വിഷയമാണ്, കോസ്റ്റാക്കട്ട വിഷയമാണ്, എല്ലാം വിഷയമാണ് എല്ലാം ഫ്രീ കിട്ടിയാണ്ട്. മറഡോണ ഫ്രീ, ഈ നെയ്മറിൻ്റെ കൂടെ സാധനം നെയ്മർ ഫ്രീ, കോസ്റ്റാക്കട്ടനെ പറയണല്ലോ, കളിപ്പിച്ചവർക്ക് അറിയാൻ എങ്ങനെയുണ്ട് ഓക്കെ. അതും ഫ്രീ ഓക്കെ. നമ്മളെ അക്കൗണ്ടൊരു ഫ്രീ ടു പ്ലേ അക്കൗണ്ടാണ് കേട്ടോ, അല്ല വലിയ പൈസ പിടിച്ച അക്കൗണ്ടല്ല ഓക്കെ. പിന്നെ നമ്മളെ റൂമി മോൻ, എനിക്ക് ഫസ്റ്റ് ഐക്കോണിൽ ഇരിക്കുന്ന റൂമീനെ ഒരു 22,500 കോയിൻ കൊടുത്തിട്ട് കിട്ടിയ റൂമീനെ. അപ്പോൾ ഈ ഫുട്ബോൾ വന്ന ഐക്കോണിക്കിൻ്റെ പവറും പോയി ഇത് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ഇപ്പോഴും കളിക്കുന്നുണ്ട്, ഇപ്പോഴും കളിക്കുന്നുണ്ട്, തീയാണ് സാധനം ഓക്കെ. ഇപ്പോൾ നമ്മുടെ ന്യൂനസ് ഫസ്റ്റ് ടോണി, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സൊർലോത്ത്. ഞാൻ റൊണാൾഡോക്ക് ഇറക്കിയ 100 കോയിൻ കിട്ടിയതാണ്, 100 കോയിൻ സൊർലോത്തിന് കിട്ടി ഓക്കെ. അത്യാവശ്യം ഞാൻ സെക്കൻഡ് ഹാഫിലാണ് ഇറക്കിയിടാറ്, അത് ബുള്ളറ്റ് ഹെഡറാണോ ഓക്കെ. വലിയ കുറേ മാച്ച് കളിപ്പിക്കാറുള്ളൂ, കുറച്ച് മാച്ചസ് കളിപ്പിക്കാറുള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ ആ ബാക്കിലെ കുറച്ച് പ്ലേയേഴ്സ് പ്ലെയർ ഓഫ് ദി വീക്ക്, പിന്നെ നെയ്മറിൻ്റെ ബാക്കിലെ കുറച്ച് പ്ലേയേഴ്സ് വില്ലനെ ഇറക്കാറും കൂടിയില്ല. എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്, ആരും ഇറക്കാറില്ല ഓക്കെ. ഞങ്ങളൊക്കെ കുറച്ച് പ്ലെയർ ഓഫ് ദി വീക്ക് കുറേ ഉണ്ട് കേട്ടോ. പ്ലെയർ ഓഫ് ദി വീക്ക് പണ്ടുള്ള പ്ലെയർ ഓഫ് ദി വീക്ക് ഒക്കെ ഉണ്ട് ഓക്കെ. ഇതിന് പ്ലെയർ ഓഫ് ദി വീക്ക് റോഡ്രിഗോനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കളിപ്പിക്കുക. പിന്നെ ലെജൻഡറിലോട്ട് വരുമ്പോൾ ഇപ്പോൾ കളിപ്പിക്കുന്ന വിയേരനെ ഇപ്പോഴും എന്ത് ചെയ്യും, എപ്പോഴും എന്ത് ചെയ്യും വിഷയങ്ങളാണ് ഈ വിയേരയുടെ കാർഡ് ഓക്കെ. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കളിപ്പിച്ചു നോക്കാം. ലെജൻഡറൊക്കെ അത്യാവശ്യം പണ്ടുള്ള കളിക്കുന്നവരാണ് ഉണ്ടാവും. നമ്മളിപ്പോൾ മെയിൻ അക്കൗണ്ട് GK ആ കോട്ട് കേട്ടോ, ബേസ് കോട്ട് ഓക്കെ. ഇതൊക്കെ ഈ റൂഡ്രിഗറിൻ്റെ കാർഡ്, ഈ റൂഡ്രിഗറിൻ്റെ കാർഡ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പാക്കിന് കിട്ടിയ ഫീച്ചർ കാർഡ് ഓക്കെ. വിഷയങ്ങളാണ് ഓക്കെ. ഈ കാർഡ് എല്ലാവരും ഉണ്ടാകാൻ വഴിയില്ല ഓക്കെ. നമ്മളെ റിബറി ഇനിസ്റ്റ ഞാൻ കളിപ്പിക്കാറില്ല, ഉമ്മാർ ഫ്രീ തരും എപ്പിക്കൊക്കെ. അതിൻ്റെ പിന്നെ ഇത് പ്രൈം കാർഡായിരിക്കും തന്നെ, പക്ഷെ അത് കളിപ്പിക്കാൻ കൊള്ളില്ല
ഓക്കെ. പിന്നെ ലെജൻഡറി ഗുള്ളിറ്റ്, മാൽദീനി. ഗുള്ളിറ്റിനെ അധികം കളിപ്പിക്കാറില്ല, എല്ലാവരും നല്ലതെന്ന് പറയുന്നുണ്ട്, പക്ഷെ കളിപ്പിക്കാറില്ല, കളിപ്പിച്ചോ. ഓക്കെ. പിന്നെ നമ്മുടെ മാൽദീനി ഉണ്ട്. മാൽദീനി ഇടയ്ക്ക് കളിപ്പിക്കാറുണ്ട്, ഒരു ഇഷ്ടം തോന്നുമ്പോൾ കളിപ്പിക്കാറുണ്ട്. പിന്നെ നമ്മുടെ സ്കോൾസ്, ഐക്കോണിക്. പിന്നെ കുറച്ച് പ്ലെയർ ഓഫ് ദി വീക്കും ആ വാൻബിസായുടെ കാർഡ് വിഷയം കാർഡാട്ടോ. ഓക്കെ. പിന്നെ കുറേ പ്ലെയർ ഓഫ് ദി വീക്ക് ഉണ്ട്. ഇതൊക്കെ പ്ലെയർ ഓഫ് ദി വീക്ക്, ഇതൊക്കെ ലെജൻഡറി കാർഡ്. ആ ബെക്കാമിനൊക്കെ കിട്ടാൻ വേണ്ടി എന്തോരം നടന്നെന്ന് അറിയാം. എന്നിട്ട് അവസാനം തന്നു, അപ്പോഴേക്ക് ഈ ഫുട്ബോളും വന്നു. ഈ ബെക്കാം എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് കേളിട്ട ഗോളാണ്. ഓക്കെ, അങ്ങനത്തെ കാർഡാണ്. ഓക്കെ. പിന്നെ ലെജൻഡറി ഓക്കെ, ഫോർലാനൊക്കെ ഐക്കോണിക്കുണ്ടായതാണ്. ഓക്കെ. ഇതൊക്കെ ഫ്രീ കാർഡ്. പ്ലെയർ ഓഫ് ദി വീക്ക് കുറച്ച് കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ലെജൻഡറി റൂമിയുണ്ട്, കൊള്ളറ്. ഞാൻ ഈ ക്യാമ്പിൽ എൻ്റെ ചെങ്ങാതി ക്യാമറിൻ്റെ എപ്പിക്കാനെ കുന്നുണ്ടല്ലോ, മാജിനൊക്കെ മാറി. ഓക്കെ. ബസ് കളിക്കുന്നവർക്ക് അറിയാം. ഓക്കെ. പിന്നെ അന്ന് ഓർഡർ ഓഫ് സൈൻ ഇട്ടിട്ട് ഞാൻ ലെജൻഡറി ആയിട്ടുള്ള പ്ലേയേഴ്സിന് മൊത്തമായിട്ട് ഒന്ന് ഓർഡറായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. ഇതൊക്കെ പ്ലെയർ ഓഫ് ദി വീക്കും അതൊക്കെയാണ്. ഓക്കെ. വേറെ ഒന്നുമില്ല. പ്ലെയർ ഓഫ് ദി വീക്ക് ബേസ് കാർഡ് എപ്പിക്ക് എന്തിനാന്ന് തന്നെ എപ്പോഴാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ. ഇതൊക്കെയാണ് നമ്മളെ അക്കൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ. വലിയ അക്കൗണ്ട് എന്നല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ട്. ഓക്കെ. ഞാൻ ലെജൻഡ് നമ്മളൊക്കെ ലെജൻസിനെ കാണിച്ചു തരാം. ഓക്കെ. ഇതൊക്കെയാണ് മെസ്സി, റൊണാൾഡോ, ഗാർഡിയോൾ. ഓക്കെ. ഇതൊക്കെയാണ് ലെജൻഡ്. ഇതിനകത്ത് 2-3 പ്ലേസിനെ കളിപ്പിക്കാറുണ്ട്. വിയേരനെ കളിപ്പിക്കാറുണ്ട്, ജെറാർഡിനെ കളിപ്പിക്കാറുണ്ട് ഇടയ്ക്ക്. നമ്മുടെ ക്രൈഫും റൂമീനിക്കും, ഇനിയസ്റ്റനെ ഇടയ്ക്ക് കളിപ്പിക്കാറുണ്ട്. റൂമീനിങ്ങിനെ സ്ഥിരം കളിപ്പിക്കാറുണ്ട്. ഓക്കെ. ഇതൊക്കെ നമ്മൾ ലെജൻഡ് സ്കോഡ് പറയുന്നത്. നമ്മുടെ ബ്രസീലിൻ്റെ ബാക്കിൽ നിന്ന് കിട്ടിയത് നെയ്മറുള്ള ബാഗ്. ഓക്കെ. അങ്ങനത്തെ പിന്നെ ഗ്രീസ്മാൻ്റെ ബാഗ് ഉണ്ട്. ഓക്കെ. നമ്മൾ മെയിൻ സ്കോഡ് കാണിച്ചത് ഇതൊക്കെയാണ് പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. മെയിൻ സ്കോഡിലിട്ട പ്ലേയേഴ്സ് ഇതൊക്കെയാണ് മെയിൻ സ്കോഡിലെ പ്ലേയേഴ്സ്. ഓക്കെ. ഒക്കെ അത്യാവശ്യം ഫ്രീ കാർഡ് അല്ലാന്ന് പറയുകയാണെങ്കിൽ റൂമി, നെയ്മർ, അതൊക്കെയാണ് ഫ്രീ കാർഡ് അല്ലാന്ന് പറയാം. ബാക്കിയെല്ലാം പിന്നെ സ്വർലോത്ത്. ഓക്കെ. ബാക്കിയെല്ലാം ഒരു ലക്ക ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഓക്കെ. നെയ്മറിൻ്റെ സ്വർലോത്തിനൊക്കെ ലക്കനുസരിച്ച് കിട്ടിയതാണ്. ഓക്കെ. ഇതൊക്കെയാണ് നമ്മുടെ അക്കൗണ്ട്, നമ്മുടെ വലിയ ഇതൊക്കെയാണ് നമ്മുടെ അക്കൗണ്ട്. വലിയ പൈസ പിടിച്ച അക്കൗണ്ടൊന്നുമല്ല. അപ്പോൾ അക്കൗണ്ടൊക്കെ അക്കൗണ്ട് പ്ലേസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ. നമ്മൾ പുതിയതാണ്, അപ്പോൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നല്ല കാര്യമായിരിക്കും.